ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് അതിമനോഹരിയായ കുട്ടനാട്ടിലെ ചെറിയ വിശേഷങ്ങളും കാഴ്ചയുടെ മനോഹാരിത കൊണ്ടും ഭൂപ്രകൃതിയുടെ അങ്കലാവണ്യം കൊണ്ടുമൊക്കെ ഹൃദയസ്പർശിയായി മാറിയിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കുട്ടനാട്. കണ്ണെത്താ ദൂരത്തോളം പടർന്നു പന്തലിച്ചു നിൽക്കുന്ന പച്ച പരവതാനി വിരിച്ചതുപോലെയുള്ള നമ്മുടെ നെൽപ്പാടങ്ങൾ, ആ നെൽപ്പാടങ്ങൾക്ക് മറുകരയിൽ കാണപ്പെടുന്ന മനോഹരമായ വൃക്ഷലതാദികളും അതിനപ്പുറത്തെ തോടും പുഴകളും ഒക്കെ ഒഴുകുന്നുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ കുട്ടനാട്ടിൽ ചതുർത്ഥിയാഗിരി എന്ന് പറയുന്ന ഒരു കർഷക ഗ്രാമവും അവിടുത്തെ പെരുമ്പറയനുമാണ് നമ്മുടെ വിഷയം. ഈ ഒഴുകുന്ന വലിയ പമ്പാ നദിയുടെ ഇരുവശങ്ങളും ബണ്ടുകളാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള കൃഷിയിടങ്ങളാണ്. കൃഷിയിടങ്ങളെന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് കണ്ണെത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന കൃഷിപ്പാടങ്ങളാണ്, നെൽപ്പാടങ്ങളാണ്. എല്ലാ കാലങ്ങളിലും കൃഷിഭൂമിക്ക് ആവശ്യമായിട്ടുള്ള ജീവാമൃതം നൽകിപ്പോകുന്ന ഈ വലിയ പമ്പാ നദി മഴക്കാലമാകുമ്പോൾ സംഹാരതാണ്ഡവമാടാറുണ്ട്. അങ്ങനെ അലറിയെടുക്കുന്ന പമ്പാ നദിയുടെ ശക്തമായ കരങ്ങളെ തടഞ്ഞു നിർത്തുവാൻ ഈ ബണ്ടുകൾക്കായില്ലെങ്കിൽ ജലം മുഴുവൻ തീർച്ചയായും കൃഷിഭൂമിയിലേക്ക് വരികയും കൃഷി അപ്പാടെ നശിച്ചു പോവുകയും ചെയ്യും. ഈ കാണുന്നത് ചതുർത്ഥിയാഗിരിയിലുള്ള അയ്യനാട് പാടശേഖരത്തിൻ്റെ ഭാഗമാണ്. വകഞ്ഞു മാറ്റിക്കൊണ്ട് പുതിയ റോഡുകൾ നടുവേ പോകുന്നുണ്ടെങ്കിലും പഴമയിൽ ഇത് ചതുർത്ഥിയാഗിരിയിലെ പ്രധാനപ്പെട്ട അയ്യനാട് പാടശേഖരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ പാടശേഖരത്തിന് കാലങ്ങളോളം മറക്കുവാനാവാത്ത, എഴുതപ്പെട്ടിട്ടില്ലാത്ത ചരിത്രത്തിൻ്റെ ഒരു ഏടുകൂടിയുണ്ട്. അവിടെയാണ് നമ്മുടെ പെരുമ്പറയൻ്റെ ചരിത്രവും അവശേഷിക്കുന്നത്. രാജഭരണവും ജന്മിത്വവും എല്ലാ അർത്ഥത്തിലും കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടം, തിരുമൊഴിക്ക് എതിർമൊഴിയില്ലാതിരുന്ന കാലഘട്ടം. ഇറാൻ മൂളിക്കൊണ്ടും എംബ്ര വിളിച്ചുകൊണ്ടും അരപ്പട്ടിണിയിലും മുഴുപ്പട്ടിണിയിലും കഴിഞ്ഞിരുന്ന കർഷക തൊഴിലാളി കുടുംബങ്ങളുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ കഥയിൽ. അക്കാലത്ത് ഈ കാണുന്ന പമ്പാ നദിയോട് ചേർന്നുള്ള അയ്യനാട് പാടശേഖരത്തിൻ്റെ കൃഷി നടപ്പിച്ചവകാശവും ജന്മിയാവകാശം ഉണ്ടായിരുന്നത് അവിടെയുള്ള കൈമൾ കുടുംബത്തിനായിരുന്നു. അയ്യനാട് പാടശേഖരത്തിൻ്റെ ബണ്ട് പൊട്ടി മടമുറിഞ്ഞ് ജലം മുഴുവൻ കൃഷിഭൂമിയിലേക്ക് വരുന്നത് പതിവായ സംഭവമായിരുന്നു. അങ്ങനെയിരിക്കെ ജന്മി ഇതിനൊരു പരിഹാരം തേടി അക്കാലത്ത് കണ്ടത് ജ്യോത്സ്യനെയും. ജ്യോത്സ്യൻ വന്ന് കവടി നിരത്തി പ്രവചിച്ചു, മനുഷ്യകുരുതി മാത്രമാണ് ഇതിനുള്ള ശാശ്വത പരിഹാരമെന്ന്. അങ്ങനെ ജന്മി തീരുമാനമെടുക്കുന്നു. ഈ പാടശേഖരത്തിൻ്റെ എല്ലാ കൃഷിപ്പണികളിലും കൂടെയുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ പെരുമ്പറയൻ, അദ്ദേഹത്തിനെ ഈ മടയിൽ ചവിട്ടിത്താഴ്ത്തി അദ്ദേഹത്തിൻ്റെ ജീവൻ ബലികെടുത്തുകൊണ്ട് ഈ മടയുറപ്പിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് ജന്മി എത്തിച്ചേരുകയാണ്. അങ്ങനെ നമ്മുടെ പെരുമ്പറയൻ്റെ നേതൃത്വത്തിൽ എല്ലാ തൊഴിലാളികളും ചേർന്ന് ബണ്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചള്ളകൾ കുത്തി നിറച്ച് ബണ്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് തമ്പ്രാൻ ചണ്ട കെട്ടിയതനുസരിച്ചിട്ട് സഹതൊഴിലാളികളെല്ലാവരും പെരുമ്പറയൻ്റെ ചുറ്റിനും നിന്നുകൊണ്ട് അദ്ദേഹത്തെ ആ ബണ്ടിലേക്ക് ചവിട്ടിത്താഴ്ത്തി ചുറ്റിനും നിന്ന് ചള്ള കൊണ്ട് മൂടുകയായിരുന്നു. എംബ്രാൻ്റെ ഈ ചതിയും വഞ്ചനയും അറിയാതിരുന്ന നമ്മുടെ പെരുമ്പറയൻ എംബ്രാനെ ഏൻ ചള്ളയിൽ കുടുങ്ങിപ്പോയി എന്ന് വിളിച്ചു പറയുന്നു. അങ്ങനെ നിസ്സഹായനായി ആ ബണ്ടിൽ കുടുങ്ങിപ്പോയ പെരുമ്പറയൻ തൻ്റെ വായോളം ചേറുമൂടിയപ്പോഴും എംബ്രാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഏൻ അവിടെ ഉണ്ടാകും എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ അടിയാൻ്റെ ശാപം. ചിരിച്ചു തള്ളിയ ജന്മിയുടെ കുടുംബത്തിൽ പിന്നീട് നടന്ന അനർത്ഥങ്ങൾ മുഴുവനും ഈ പെരുമ്പറയൻ്റെ ശാപം എന്ന് ജ്യോത്സ്യ പ്രവചനം. അങ്ങനെ അടിയാളൻ്റെ ആത്മാവിനെ പേടിച്ച് മന്ത്രവിധികളും പൂജകളും തന്ത്രങ്ങളും ഒക്കെയായി ജന്മി കുടുംബം. എംബ്രാൻ വീട്ടിലെത്തും മുമ്പ് ഞാൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ അടിയാളനായിരുന്ന പെരുമ്പറയൻ്റെ വാക്കിൻ്റെയും ശാപത്തിൻ്റെയും മുമ്പിൽ മുട്ടുമടക്കിയ ജന്മിത്വത്തിൻ്റെ ഒരു കഥ കൂടിയാണ്. അങ്ങനെ തറവാട്ടിൽ വർദ്ധിച്ചു വന്ന വ്യാധികളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഒഴിയുവാൻ വേണ്ടി തങ്ങൾ കുഴിച്ചു മൂടിയ പെരുമ്പറയൻ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ്റെ ആത്മാവിന് ശില്പവും മന്ത്രവിധി പ്രകാരമുള്ള പൂജകളും ഒക്കെ നൽകി ശിലയിൽ ആവാഹിച്ച് ഇരുത്തിയതിന് ശേഷമാണ് ആ കുടുംബത്തിനെ ബാധിച്ചിട്ടുള്ള ദുർവ്യാധികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അവർക്ക് മുക്തി നൽകിയതെന്ന് ചരിത്രം. അങ്ങനെ ജന്മിത്വത്തിൻ്റെ വാളാൽ മുറിവേറ്റപ്പെട്ട ഒരുപാട് കർഷക തൊഴിലാളികളുടെ വിതുമ്പുന്ന ഓർമ്മകളാണ് കുട്ടനാടിൻ്റെ മണ്ണിലുണ്ടാവുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പെരുമ്പറയൻ്റെ ചരിത്രമുറങ്ങുന്ന മങ്കൊമ്പിലെ ചതുർത്ഥിയാഗിരിയുമാണ്. ഇന്ന് കുട്ടനാട്ടിലെ മങ്കൊമ്പിലുള്ള ചതുർത്ഥിയാഗിരി എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ പെരുമ്പറയൻ്റെ ത്യാഗവും ത്യാഗത്തിൻ്റെ ചരിത്രവും ഓർമ്മകളും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ശില്പവും ഒരു ക്ഷേത്രവുമുണ്ട്. ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അടിയാളൻ്റെ ശാപത്തെ ഭയന്നും അടിയാളൻ്റെ ശാപത്തിൽ നിന്ന് മുക്തി ലഭിക്കുവാൻ വേണ്ടിയുമൊക്കെയായി ജന്മി കുടുംബം നിർമ്മിച്ചു നൽകി ആവാഹിച്ച ശിലയാണ് ഇന്ന് ഈ കാണുന്ന പെരുമ്പറയൻ്റെ ശില്പം. ചരിത്രം എഴുതപ്പെടാതിരിക്കുകയും തമസ്കരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള അടിയാളൻ്റെ കഥയാണിത്. ജന്മിത്വം എല്ലാ അർത്ഥത്തിലും കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടം.
ആ കാലഘട്ടത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു അടിയാളൻ്റെ ആത്മാവിന് വേണ്ടി ഒരു വിഗ്രഹം പണിയുക, ആ വിഗ്രഹത്തെ ആരാധിക്കുവാൻ ഒരു സ്ഥലം കൊടുക്കുക, ആ വിഗ്രഹത്തിന് വേണ്ടി ആരാധന അർപ്പിക്കുവാൻ വേണ്ടി ജന്മിമാരടക്കമുള്ള ആളുകൾ വരിക, അരപ്പട്ടിണിയാണെങ്കിലും മുഴുപ്പട്ടിണിയാണെങ്കിലും തൻ്റെ കുടുംബത്തോടൊപ്പം ഒരു ജീവിതം ജീവിച്ച് തീർക്കുവാൻ ആശിച്ച് കുതിതീരാതെ ജീവിതം ഹോമിക്കപ്പെട്ട ഒരു വലിയ മനുഷ്യൻ്റെ കഥയാണ്, ചരിത്രമാണ്. തമസ്കരിക്കരുത്. ജീവനുള്ളിടത്തോളം കാലം നാം എല്ലാവരും ഇത് ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യും. പെരുമ്പറയൻ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ്റെ ഉയിരൂറ്റിയെടുത്ത ജന്മിത്വം കാലഘട്ടത്തിൻ്റെ അനിവാര്യതയ്ക്കനുസരിച്ച് കാലയവനയിൽ മറയ്ക്കപ്പെട്ടെങ്കിലും തമസ്കരിക്കപ്പെട്ടു പോയ ഈ ചരിത്രത്തെ നാം തിരിച്ചു കൊണ്ടുവരിക തന്നെ വേണം. അങ്ങനെ പെരുമ്പറയൻ്റെ സ്മാരകം ഇവിടെ ഉയർന്നിട്ടുണ്ട്. അതൊരു ക്ഷേത്രമാണ്. ആത്മാവിൻ്റെ പരിപാവനമായ പരിശുദ്ധി നിലനിൽക്കുന്ന എന്തും ആരാധിക്കപ്പെടേണ്ടത് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ പവിത്രതയെ ആരാധിച്ചുകൊണ്ട് ഈ നാട് എന്നും മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ഉടനെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.